ഇന്ന് നമ്മൾ അവിടെ എടുത്ത് പരിശോധിച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരൊറ്റ ആൾ പോലും സ്ഥിരം ജോലിക്ക് അവിടെ കൂടൽമാണിക്യം ദേവസ്ഥയിലില്ല. അത് ആര് മാല കെട്ടണം എന്ന് പറയുന്ന തന്ത്രിക്ക് അധികാരമില്ല. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വീപ്പർ തസ്തികയിൽ വരെ അവിടെയുള്ളത് സവർണ്ണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുണ്ട്. അദ്ദേഹത്തിന് സോപാനത്തിൻ്റെ അവിടെ പോയി സോപാനത്തിൻ്റെ ഭാഗത്ത് അടിച്ചു വാരാനുള്ള അവകാശമില്ല. ദേവസ്വം ബോർഡിലെ അംഗങ്ങളും തന്ത്രിമാരും യഥാർത്ഥത്തിൽ നിയമ നടപടി നേരിടേണ്ട കുറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ ബോധവൽക്കരിക്കണം. ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഭരണഘടനയെ പറ്റി ഒരു കോഴ്സെങ്കിലും കൊടുക്കണം. ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ മെമ്പേഴ്സിനും ഈ തന്ത്രിമാർക്കും ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന ആചാരങ്ങളുടെ മറവിൽ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് കൃത്യമായ ജാതിയും അയിത്വമാണ്. അതായത് കൊച്ചിയുടെ രാജ്യാതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോഴും കൊച്ചി രാജവംശത്തിന് ഒരു തരത്തിലുള്ള അധികാരവും ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു അന്നത്തെ കാലത്ത് ഈ കൂടൽമാണിക്യം ഏരിയ. തന്ത്രി സ്വയം വിചാരിക്കുന്നത് ഞാൻ പുതിയൊരു കൈമളാണെന്നാണ്. തച്ചുടൈ കൈമളാണ് ഞാൻ എന്നുള്ള നിലയ്ക്കാണ്. പഴയ തച്ചുടൈ കൈമൾ സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തച്ചുടൈ കൈമൾ താനാണെന്നുള്ള നിലയ്ക്കാണ് തന്ത്രി പോകുന്നത്. ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തിയൊരു പരീക്ഷ എഴുതി പാസ്സായ ഒരു ചെറുപ്പക്കാരനോട് ഒരു കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ തന്ത്രിമാർ പറയുവാണ്, നിങ്ങൾ ഇനി ഇഴവനായതുകൊണ്ട് കഴകപ്പണി എടുക്കേണ്ടതാണ്. അതാണല്ലോ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു വിഷയം. അത് കൃത്യമായിട്ടും ഒരു ചാതുർവർണ്ണ സ്വഭാവത്തിലുള്ള നിങ്ങളുടെ കുലത്തൊഴിൽ ചെയ്താൽ മതി, ഞങ്ങളുടെ കുലത്തൊഴിൽ ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളൊരു പ്രഖ്യാപനം തന്നെയായിട്ട് ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് വായിച്ചുകൂടെ? തീർച്ചയായും. കാരണം കഴിഞ്ഞ മാർച്ച് മാസം 6-ാം തീയതി ദേവസ്വം ബോർഡിന് ഈ തന്ത്രിമാർക്ക് കൊടുത്തൊരു കത്തുണ്ട്. അതിൽ 6 തന്ത്രി കുടുംബങ്ങളിൽ 6 പേരിൽ 5 പേര് ഒപ്പിട്ടിട്ട് കൊടുത്ത കത്താണ്. അതിലവർ വളരെ കൃത്യമായി പറയുന്ന കാര്യം ഈ കഴകം ജോലിക്ക് എത്രയും പെട്ടെന്ന് കാരായ്മക്കാരായിട്ടുള്ള ആളുകൾ, പാരമ്പര്യമായി തൊഴിൽ ചെയ്യുന്ന ആളുകളെ നിയമിക്കണം എന്നുള്ളതാണ്. അവരെ തന്നെ വയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ പാരമ്പര്യമായി ചെയ്യുന്ന ആളുകളെ തന്നെ അവിടെ നിയമിക്കണമെന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന തന്ത്രിയാണ്. തന്ത്രി ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം വെറും ഒരു തന്ത്രി മാത്രമല്ല, അദ്ദേഹം നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ള ഒരു ദേവസ്വം ബോർഡിലെ ഒരു അംഗം കൂടിയാണ്. ആ തന്ത്രി ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡാണ് ഞങ്ങൾക്ക് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കൊരു കഴകം ജോലിക്കാരനെ ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ദേവസ്വം ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ്, ഇവിടെ ഇങ്ങനെ ഒഴിവുണ്ടെന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത്, പരീക്ഷ നടത്തുന്നത്, അതിൽ ഇൻ്റർവ്യൂ നടത്തുന്നത്, അർഹരായ ആളുകൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, റൊട്ടേഷൻ പ്രകാരം അവിടെ ബാലു എന്ന് പറയുന്ന ആൾ നിയമനത്തിനാകുന്നത്. അപ്പോൾ വന്ന ആൾ തങ്ങൾക്ക് തൃപ്തികരമായ ജാതിയിൽപ്പെട്ടവനല്ല എന്നാണ് പ്രശ്നം. അല്ല, അതിനകത്ത് ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ടല്ലോ. കാരണം ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കപ്പെടുമ്പോൾ അതിന് കീഴടങ്ങി കൊടുക്കുകയോ അല്ലെങ്കിൽ കീഴ്പ്പെട്ട് കൊടുക്കുന്ന ഒരു സമീപനം ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. കൃത്യമായിട്ട് അവർ ഒരു കൃത്യമായ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നു, അയാളെ ജോലിക്ക് നിയമിക്കുന്നു. അപ്പോൾ ഈ തൊഴിലിടത്തിലെ ഒരു ജാതി വിവേചനം എന്നുള്ളൊരു തൊഴിലിടത്തിലെ ജാതി വിവേചനം ഒരു ക്രിമിനൽ കുറ്റോടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിലൂടെ കൂടി ഇത്ര എക്സ്റ്റെൻ്റ് ഉള്ളൊരു വിഷയത്തിൽ പെട്ടെന്ന് ഇതിനോട് കീഴ്പ്പെട്ട് കൊടുക്കാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളോ തയ്യാറായി എന്നുള്ളത് നമ്മൾ ആ അർത്ഥത്തിൽ നോക്കി കണ്ടൊരു വിഷയമില്ലേ? ആർത്തയിൽ നോക്കിക്കാണുന്ന വിഷയമാണെന്ന് പറയുമ്പോൾ അവിടെ പ്രാക്ടിക്കലായി ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഞാൻ അതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യം, ഇവർ വളരെ ക്രൂഷ്യലായ ഒരു ടൈം ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ബാർഗെയിൻ ചെയ്യുന്നത്. ഇവരുടെ ഈ വിലപേശൽ നടത്തുന്നത്. ഇവർ പറയുന്ന കാര്യം, ഇത് ലംഘിക്കുകയാണെങ്കിൽ അവർ ഈ പ്രതിഷ്ഠാ ദിവസം ഉൾപ്പെടെയുള്ള താന്ത്രിക ചടങ്ങുകൾക്ക് ഞങ്ങൾ ഹാജരാവില്ല. 6 തന്ത്രിമാരിൽ 5 പേരും പറയുകയാണ്. 6ാമത്തെ ആളുടെയും പേര് ഇതിലുണ്ട്. സ്വാഭാവികമായി അദ്ദേഹം കൂടെ അവിടെ നിൽക്കുന്നതായിരിക്കും ദേവസ്വം ബോർഡ് വിചാരിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല മെയ് മാസത്തിൽ അവിടെ ഉത്സവമാണ്. ഇപ്പോൾ ഈ ഉത്സവ സമയത്ത് തന്ത്രിമാർ ഒന്നടങ്കം ചടങ്ങ് ബഹിഷ്കരിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ താൽക്കാലികമായ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവുക എന്ന ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു സൊല്യൂഷനാണ് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും തന്ത്രി തൃപ്തനല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്ത്രി പിന്നീടും ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഈ നോട്ടീസ് നൽകി ബാലുവിനെ മാറ്റി നിർത്താൻ, താൽക്കാലികമായി ബാലുവിനെ മറ്റൊരു തസ്തികയിലേക്ക് പുനർവിന്യസിക്കുക എന്ന ഒരു നടപടി അവർക്ക് നിയമപരമായിട്ട് അതിന് അധികാരമുണ്ട്. കാരണം ഒരു വർക്ക് അറേഞ്ച്മെൻ്റ് എന്ന നിലയ്ക്ക് അങ്ങനെ ചെയ്യാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ട്. ആ അധികാരം മാത്രമേ അവരവിടെ പ്രയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൽ തന്ത്രിയുടെ സ്റ്റാൻഡ് എന്ത്? തന്ത്രി അവിടെ എടുക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇത് പോരാ, സ്ഥിരമായി മാറ്റി നിർത്തണം. കേരള നിയമസഭ പാസ്സാക്കിയ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബോർഡിലേക്ക് നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറായിരിക്കുന്ന ആൾ തന്നെ കൊടുത്ത ശുപാർശ, ആൾ ഉൾപ്പെടെയുള്ള ബോർഡ് കൊടുത്ത ശുപാർശ പ്രകാരം നിയമനം നടന്നിട്ടാണ് ഈ പറയുന്നത്. അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തന്ത്രി പ്രതിനിധി ഉണ്ടല്ലോ, ദേവസ്വം ബോർഡിലെ തന്ത്രി പ്രതിനിധി,
അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയണത് ഇത് കേരള നിയമസഭ പാസ്സാക്കിയ നിയമത്തിനെതിരാണ്. അതായത് ബാലുവിൻ്റെ നിയമനം കേരള നിയമസഭ പാസ്സാക്കിയ നിയമത്തിനെതിരാണ്, ദേവസ്വത്തിൻ്റെ ചട്ടങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞിട്ടൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ഇതിലൊരു കോൺട്രഡിക്ടറി സാധനം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ കത്തിൽ അത്തരത്തിലൊരു വാദം അദ്ദേഹത്തിനില്ല. ദേവസ്വം ബോർഡിന് കൊടുത്ത കത്തിൽ ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തിയ നിയമനം നിയമവിരുദ്ധമാണ് എന്ന നിയമന ശുപാർശ നിയമവിരുദ്ധമാണെന്നൊരു വാദം അദ്ദേഹത്തിനില്ല. പത്രക്കുറിപ്പിൽ പറയുന്നില്ല. അവിടെ അദ്ദേഹം ആർഗ്യൂ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ മതപരവും ആത്മീയമായ കാര്യങ്ങളിലും അവയുടെ ജോലിക്കാരുടെ നിയമനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ക്ഷേത്രം തന്ത്രിമാരുടെ അറിവോ സമ്മതമോ കൂടാതെ നിയമനം നടത്തി എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ആരോപണം. ഈ ആരോപണമാണ് കത്തായി കൊടുത്തത്. ആ ആരോപണം തീർച്ചയായും പൂർണ്ണമായും തെറ്റാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മതപരമോ ആത്മീയവുമായ ഒരു കാര്യമല്ല ഒരാളുടെ നിയമനം എന്ന് പറയുന്നത്. അതിൽ തന്ത്രിക്ക് അധികാരമില്ല. ഇപ്പം ഇന്ന മാല കെട്ടുന്ന സമയത്ത് ഇന്ന പൂ കൊണ്ട് മാല കെട്ടണം എന്നുള്ളത് ആചാരമാണ്, അതെൻ്റെ മതപരമായ ആത്മീയമായ ഉപദേശപ്രകാരം ചെയ്യണം തന്ത്രിക്ക് പറയാൻ സാധിക്കും. അത് ആര് മാല കെട്ടണം എന്ന് പറയാൻ തന്ത്രിക്ക് അധികാരമില്ല. ആരെ വെക്കണം എന്ന് തീരുമാനിക്കുന്നത്, ആരെ ജോലിക്ക് നിർത്തുന്നത് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്, സർക്കാരാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പരീക്ഷ നടത്തി തീരുമാനിക്കേണ്ട കാര്യമാണ്. ആചാരവും തൊഴിലും നമ്മൾ ഡിസ്റ്റിങ്ഷൻ തിരിച്ചറിഞ്ഞ് ഇടപെടേണ്ടിയിരുന്നു അവിടെ തന്ത്രിക്ക്. അപ്പോൾ തന്ത്രിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നിയമനം പോലും ഞാൻ നടത്തും, ഞാൻ പറയുന്ന പോലെ നടത്തണം എന്നാണ് ഇവർ ആർഗ്യൂ ചെയ്തത്. ഇതിന് ഒരു നിയമസാധ്യതയില്ല. ഇവരുടെ വാദം ഒരു നിലയ്ക്ക് നിലനിൽക്കില്ല. അപ്പോൾ മാത്രമല്ല ഈ ആചാരാനുഷ്ഠാനപരമായ കഴകം പ്രവൃത്തിയെ ഒരു ആചാരാനുഷ്ഠാനപരമായിട്ടാണ് കാണുന്നത്. എന്താചാരം? ചാതുർവർണ്ണ്യം, ജാതി വ്യവസ്ഥ, ഈ കുലധർമ്മം, ഈ ആചാരപ്രകാരം അവിടെ നടക്കുന്ന പറയുന്നത്. ആ ആചാരപ്രകാരം നടത്തണം എന്നുള്ളത് പറയുന്ന തന്ത്രിയുടെ ആവശ്യം എന്ന് പറയുന്നത് കേരള നിയമസഭ പാസ്സാക്കിയ ഈ കൂടൽമാണിക്യം ദേവസ്വം ആക്ടിന് വിരുദ്ധമാണ്. അപ്പോൾ അദ്ദേഹമല്ല തന്ത്രിയോട് ആലോചിച്ചിട്ട് വേണ്ട അവിടെ ഏതെങ്കിലും ജോലിക്കാരനോ ഒരു സെക്യൂരിറ്റിക്കാരനെ വെക്കുന്നതോ ഒരു കഴകക്കാരനെ വെക്കുന്നതല്ല. അവിടെ മതപരമായ പരിമിതമായ അധികാരങ്ങൾ മാത്രമേ തന്ത്രിക്കുള്ളൂ. തന്ത്രി അധികാരപരിധിക്ക് പുറത്ത് കടന്ന് നിയമനത്തിൽ നേരിട്ട് ഇടപെടുകയും ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരവും ആത്മീയാധികാരവും സർവ്വവും തനിക്കാണ് എന്ന് തന്ത്രി സ്വയം വിചാരിക്കുന്നത്. ഞാൻ പുതിയൊരു കൈമളാണെന്നാണ്, തച്ചുടൈ കൈമളാണ് ഞാൻ എന്നുള്ള നിലയ്ക്കാണ്. പഴയ തച്ചുടൈ കൈമൾ സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തച്ചുടൈ കൈമൾ താനാണെന്നുള്ള നിലയ്ക്കാണ് തന്ത്രി പോകുന്നത്. ആ പൗരോഹിത്യ അധികാരം നിയമപരമായി നിലനിൽക്കില്ല. അതായത് ഭരണഘടനയും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധികളും ചേർന്നുണ്ടാക്കിയ നിയമമൊക്കെ അങ്ങ് മാറി നിൽക്കട്ടെ, പഴയ രാജഭരണകാലത്തെ സ്വഭാവത്തിൽ ഞാൻ തീരുമാനിക്കും, ഞാൻ ചെയ്യും എന്നുള്ളൊരു ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ഹാങ് ഓവറിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ പോകണമെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അല്ലേ? അത് പറഞ്ഞു വെക്കുന്നല്ല, അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ഈ തന്ത്രിയെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിനകത്ത് അപ്പോൾ അത് കേരളീയ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നല്ലേ കൃത്യമായിട്ട്? തന്ത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്ത്രി പറയുന്നത് എന്താണെന്ന് നോക്കാം. തന്ത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം പറയുന്നത് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില തൽപര കക്ഷികൾ നീചമായ പ്രചരണം നടത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. നിരവധി ഹൈന്ദവ സമുദായങ്ങൾ ഒത്തുചേർന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്, ജാതീയമായ ഒരു വേർതിരിവും ഇവിടെ ഇല്ല എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വസ്തുത നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ നിലവിലെ സ്ഥിതി നമുക്ക് തുടങ്ങാം. നിരവധി ഹൈന്ദവ സമുദായങ്ങൾ ഒത്തുചേർന്നാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് തന്ത്രി പറയുന്നത്. അവിടെ ഈ കൂടൽമാണിക്യം ദേവസ്വത്തിൽ 71 ആക്ട് പാസ്സായ അന്ന് മുതൽ ദേവസ്വം ഒരു ബോർഡാണ് ഭരിക്കുന്നത്. അതിനു മുമ്പുള്ള കാര്യം അതൊരു സ്വതന്ത്ര രാജ്യം പോലെ പ്രവർത്തിച്ചതാണ്. അതിലേക്ക് ഞാൻ വരാം. ഈ 71 ശേഷം ഇന്ന് വരെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട ഒരു സ്ഥിരം ജോലിക്കാരൻ ഇപ്പോഴും ഇന്ന് നമ്മൾ അവിടെ എടുത്ത് പരിശോധിച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരൊറ്റ ആൾ പോലും സ്ഥിരം ജോലിക്ക് അവിടെ കൂടൽമാണിക്യം ദേവസ്ഥയിലില്ല. സ്വീപ്പർ തസ്തികയിൽ വരെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വീപ്പർ തസ്തികയിൽ വരെ അവിടെയുള്ളത് സവർണ്ണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുണ്ട്. അദ്ദേഹത്തിന് സോപാനത്തിൻ്റെ അവിടെ പോയി സോപാനത്തിൻ്റെ ഭാഗത്ത് അടിച്ചു വാരാനുള്ള അവകാശമില്ല. താൽക്കാലിക ജീവനക്കാരിൽ കുറച്ച് ദളിതരും OBC-കാരൊക്കെ ഉണ്ട്. അവർക്ക് കക്കു വൃത്തിയാക്കുക, അതല്ലെങ്കിൽ അവിടെ പുറത്ത് പറമ്പിൽ പണി ചെയ്യുക. എന്തിന് ഈ തന്ത്രിമാർ കുളിക്കുന്ന കുളത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള പുല്ല് വൃത്തിയാക്കാൻ പോലും അവിടെയുള്ള താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ആളുകൾ പോലും നിയോഗിക്കാറില്ല. അങ്ങനെ നഗ്നമായ ജാതീയത പ്രവർത്തിക്കുന്ന ഒരു തൊഴിലിടമാണത്. ഒരു പടി കൂടെ കടന്നു നോക്കിയാൽ കലാപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ UNESCO ഒക്കെ ബന്ധപ്പെട്ട് വലിയ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ക്ലാസിക്കൽ കലകളൊക്കെ നിലനിൽക്കുന്ന ഒരു നാട് കൂടിയാണ് ഇരിഞ്ഞാലക്കുടയും കൂടൽമാണിക്യ ക്ഷേത്രമൊക്കെ. ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ
അവിടുത്തെ കൂത്തമ്പലത്തിൽ കല അവതരിപ്പിക്കുന്നതിൽ പോലും ഇപ്പോഴും കൃത്യമായ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ജാതിയല്ല, കുടുംബത്തിൻ്റെ അവകാശമാണെന്നുള്ളതാണ്. കുടുംബ അവകാശവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ആ കാരാൺമ എന്ന് പറയുന്നത് ജാതി റേറ്റല്ല, ഒരു ഫാമിലി റേറ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ സമുദായത്തിലെ മിശ്ര വിവാഹിതരായിട്ടുള്ള ആളുകൾ മറ്റൊരു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ച ആളുകൾക്കും അവരുടെ മക്കളുണ്ടായാൽ അവർക്കും ഈ കുടുംബ അവകാശം കൊടുക്കേണ്ടതല്ലേ? കൊടുക്കുന്നുണ്ടോ? എന്തിന്? അവിടുത്തെ വളരെ പ്രശസ്തയായ ഒരു കലാകാരി, അവർ തൃശ്ശൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കൂടിയാട്ടം അവതരിപ്പിച്ചിരുന്ന ഒരു കലാകാരിയാണ്. അവർ വിവാഹിതയായ സമയത്ത് അവർ വിവാഹം കഴിച്ച് മറ്റൊരു ജാതിയിൽപ്പെട്ട ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. വ്യക്തിപരമായി ഞാനത് അറിയില്ല. അതിനെ തുടർന്ന് അവർക്ക് പിന്നീട് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലുൾപ്പെടെ അവരെ പിന്നെ കല അവതരിപ്പിക്കാൻ ക്ഷണിച്ചിട്ടില്ല. കൂടൽമാണിക്യത്തിൽ 2 കോടിയിലധികം രൂപ ചിലവാക്കി നവീകരിച്ച കൂത്തമ്പലത്തിലേക്ക് നായർ സമുദായത്തിൽപ്പെട്ട ഇവ കൂടിയാട്ടം കലാകാരന്മാർക്ക് പോലും പ്രവേശനമില്ല. അപ്പോൾ കുടുംബ അവകാശം എന്ന പേരിൽ, കാരാൺമ എന്ന പേരിലൊക്കെ കൃത്യമായ ജാതിയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തന്ത്രി ഇത് തെളിയിക്കണം. തന്ത്രിക്ക് അവിടെ ജാതി വിവേചനം ഇല്ല എന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സുവർണ അവസരമായിരുന്നു ബാലുവിൻ്റെ നിയമനം. ഇപ്പോൾ അത് പറയുന്നത് അവിടെ തൊഴിൽ പ്രശ്നമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പാരമ്പര്യമായി ജോലി ചെയ്തിരുന്ന ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇതിനൊരു തൊഴിൽ പ്രശ്നമാണെന്നാണ് പറയുന്നത്. എങ്കിൽ തന്ത്രി കൊടുത്ത കത്ത്, ആദ്യം ദേവസ്വം ബോർഡിന് കൊടുത്ത കത്ത് തന്ത്രി പുറത്തുവിടണം. ഇങ്ങനെ ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തൊഴിൽ. കത്തിലുള്ളടക്കോടെ കൂടി നമ്മൾ പറഞ്ഞു പോയാലാണല്ലോ ഇതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവുള്ളൂ. ആ കത്തിലുള്ളടക്കോടെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റണം. അത് കത്ത് ഇതുവരെ ദേവസ്വം ബോർഡും പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കാരണം അതൊരു രഹസ്യരേഖയൊന്നുമല്ല, വിവരാവകാശ നിയമപ്രകാരം നമുക്ക് എല്ലാവർക്കും കാണാൻ അർഹതയുള്ള രേഖ തന്നെയാണത്. ആ കത്തിൽ തന്ത്രി പറയുന്നത് ഇതാണ്: ഈ കഴകം പ്രവൃത്തിക്ക് ഈ പാരമ്പര്യ കഴകം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴകം ജോലി എന്നല്ല എങ്ങനെയാണ് പറയേണ്ടത്? അതെ. അപ്പോൾ അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അവിടെ സ്ഥിരമായി കുറേ കാലങ്ങളായി ജോലി ചെയ്തിരുന്ന ഒരാൾ, ആ ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി സംരക്ഷിക്കണമെന്നല്ലേ പറയേണ്ടിയിരുന്നുള്ളൂ. പുതിയൊരാൾ വരുന്നതിനെ ഇന്ന കമ്മ്യൂണിറ്റിപ്പെട്ട ആൾ തന്നെ വേണം എന്ന് പറയേണ്ടിയിരുന്നില്ലല്ലോ. ബാലു ജോലി ചെയ്തോട്ടെ. കാരണം കൂടൽമാണിക്യത്തിൽ ഒരു മാലക്കാരനെ പോരാ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് താമരമാലയാണ്. ഒരു ദിവസം തന്നെ 100 അതിലധികമോ ഒക്കെ മാല ചിലപ്പോൾ വഴിപാട് നടക്കും. അപ്പോൾ ഒരാളെ കൊണ്ട് കെട്ടിത്തീർക്കാൻ പറ്റുന്നതല്ലല്ലോ. ബാലു അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മറ്റൊരാളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തികച്ചും തെറ്റായൊരു വാദമാണ്. അങ്ങനെയാണെങ്കിൽ ആ തൊഴിൽ നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അത് തന്ത്രി പറയേണ്ടിയിരുന്നത് ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് ഇത് ശുപാർശ ചെയ്യുന്ന സമയത്തല്ലേ. ആ സമയത്ത് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ശുപാർശ ചെയ്ത് ഇപ്പം നമ്മൾ വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മളെല്ലാ സർക്കാർ ഓഫീസുകളിലും താൽക്കാലിക ജീവനക്കാരുണ്ടായിരിക്കും. താൽക്കാലിക ജീവനക്കാർ ഉണ്ടാകുന്നത് സ്ഥിരം തസ്തിക നിയമനം നടക്കാത്ത സാഹചര്യത്തിലാണ്. PSCക്ക് ആ താൽക്കാലിക തസ്തിക ഇവിടെ ഇങ്ങനെ ഒരു സ്ഥിരം തസ്തികയിൽ താൽക്കാലിക ആളാണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം PSCക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ PSC പരീക്ഷ നടത്തി സ്ഥിരം ജീവനക്കാരനെ നിയോഗിക്കും. അങ്ങനെ നിയോഗിക്കുന്ന ആൾ വരുന്ന സമയത്ത് സ്വാഭാവികമായി ആ താൽക്കാലിക ജീവനക്കാർ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഗസ്റ്റ് അധ്യാപകരായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ നമ്മളവിടെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ പറയാം നമ്മുടെ തസ്തികയിൽ പുതിയൊരാൾ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഷെയ്ക്കൻഡ് കൊടുത്ത് നമ്മൾ ഇറങ്ങി അയാൾ പോകുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന കാര്യം. കാരണം സ്ഥിരം ജോലിക്കാരൻ വരുന്ന സമയത്ത് താൽക്കാലിക ജീവനക്കാരൻ്റെ സേവനം അവസാനിക്കും എന്ന് പറയുന്നത്. ഈ സ്ഥിരം ജോലിക്കാരനായിട്ട് വരണയാൾ അല്ല, താൽക്കാലികമായിട്ട് നിയമിക്കപ്പെടുന്ന ആളുടെ ഒരു സ്വഭാവത്തിൽ തന്നെ സ്ഥിരം ജോലിക്കാരനായിട്ടുള്ള ഒരാളുടെ ജാതിയും മതവും അല്ല അയാളുടെ ബാക്കി കാര്യങ്ങളെല്ലാം വേണമെന്നൊരു ശടിക്കണ ഒരു പ്രശ്നമാണ് ഇതിനകത്ത് ഉണ്ടല്ലോ. ഉണ്ട്. കാരണം ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആക്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട്, അവരുടെ ഈ പറയുന്ന ഹെറിഡിറ്ററി റേറ്റുകൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ് ഈ ആക്ട് വന്നത് തന്നെ. മാത്രമല്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, എയ്ഡഡ് സ്ഥാപനങ്ങൾ, ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം റിക്രൂട്ട്മെൻറ്റ് ബോർഡല്ല നടത്തുന്നത്. ഈ 2 കാര്യങ്ങൾ ഒഴികെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് അധികാരപ്പെടുത്തിയിട്ടുള്ള സ്ഥാനങ്ങളിൽ മാത്രമാണ് അവർ നിയമനം നടത്തിയിട്ടുള്ളൂ. ഇവിടുത്തെ കഴകത്തിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് പാരമ്പര്യ തസ്തികയായിട്ട് സർക്കാർ കണക്കാക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അവിടെ പാരമ്പര്യ തസ്തിക വളരെ ഗൗരവമുള്ളൊരു പോയിന്റാണല്ലോ. പാരമ്പര്യവാദത്തിന്റെ ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലത്തേക്ക് പുതിയതായിട്ടൊരു പാരമ്പര്യവാദമായിട്ട് ഇറങ്ങി വരുമ്പം നിലനിൽക്കുന്ന, ഇപ്പം ഈ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ലോ, ഇപ്പോൾ കേരളത്തിൽ ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനം നടത്തുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അപ്പം പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പാരമ്പര്യവാദത്തിന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ മതി ഇങ്ങനെ നിയമനം എന്ന് പറയുമ്പം അതിനൊരു ദൂരവ്യാപക ഫലം ഉണ്ടല്ലോ, ഒരു ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാദമാണല്ലോ അത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കണം, ഇപ്പം ഇത്തരത്തിലൊരു വാദം ഉയർത്തുമ്പം ഇവരുടെ ഈ പാരമ്പര്യവാദത്തിന് അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ, നിലനിൽക്കുന്ന ഒരു ഹാങ് ഓവർ, അതിൻ്റെ ഒരു ചരിത്രത്തോടെ കൂടി പറഞ്ഞു പോകണ്ടേ നമ്മൾ? തീർച്ചയായും
അവരുടെ ചരിത്രം തുറന്ന് കാട്ടപ്പെടേണ്ടതുണ്ട്. കേരളം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവരുടെ പാരമ്പര്യവാദം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഈ തന്ത്രി കുടുംബത്തിൻ്റെ ആ വാദത്തിൽ നമുക്ക് തുടങ്ങാം. കേരളത്തിലെ ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തന്ത്രാവകാശം 6 ഫാമിലികൾക്കാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഈ 6 ഫാമിലി എങ്ങനെ വന്നു? സത്യത്തിൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റെ ചരിത്രം അനുസരിച്ച് 2 ഫാമിലികൾക്കായിരുന്നു. ഒന്ന് ഈ തരണനല്ലൂർ എന്ന് പറയുന്ന തന്ത്രി കുടുംബം, 2 അണിമംഗലം എന്ന് പറയുന്ന ഒരു ബ്രാഹ്മൺ ഫാമിലി. ഈ 2 കുടുംബങ്ങൾക്കായിരുന്നു അവിടെ താന്ത്രിക അവകാശം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ തരണനല്ലൂർ എന്ന് പറയുന്ന ഈ കുടുംബം 4ആയി പിരിയാണ്. അപ്പോൾ അവർക്ക് 4 തരണനല്ലൂർ എന്ന് പറഞ്ഞൊരു ഒരു ഫാമിലി നെയിമിൻ്റെ അകത്ത് തന്നെ 4 ഫാമിലികളുണ്ടാകുന്നു. അതിലൊരു ഫാമിലിയാണ് ഈ നെടുമ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 4 ഫാമിലികൾ ഉണ്ടാകുന്നു. അപ്പോൾ അവരെ 4ആയിട്ടെണ്ണം. അങ്ങനെ 4 പേർക്ക് ഒരേ സമയം തന്ത്രാവകാശം വരികയാണ്. ഇത് 4ആണോ 5ആണോ എന്നൊക്കെ പറയുന്നത് അവർ തന്നെയാണ്. അതിനുശേഷം അപ്പോൾ അണിമംഗലം പ്ലസ് അണിമംഗലം കൂടെ ആകുമ്പോൾ 5 തന്ത്രിമാർ. പിന്നെ ഈ നഗരമണ്ണ് എന്ന് പറയുന്ന ഇല്ലത്തിനും ഇപ്പോൾ അവിടെ തന്ത്രിക അവകാശമുണ്ട്. അത് അന്നത്തെ പഴയ കാലത്തെ ഭരണസമിതി തീരുമാനിച്ച് നൽകിയതാണ്. ഇവിടെ നിന്ന് 2 കാര്യങ്ങൾ വെളിപ്പെടുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ 2 കുടുംബങ്ങളെ 4 കുടുംബങ്ങളാക്കാൻ അവർക്ക് അവകാശമുണ്ട്. 5ാമത്തെ ഒരു കുടുംബം അവിടെ ഓൾറെഡി ഉണ്ട്. 6ാമത്തെ ഒരു കുടുംബത്തെ ആഡ് ചെയ്യുന്നുണ്ട്, തന്ത്രിയായിട്ട് ആഡ് ചെയ്യാൻ അന്നത്തെ ഭരണസമിതിക്ക് അവകാശമുണ്ട്. അപ്പോൾ ഭരണസമിതിയാണ് തീരുമാനിക്കുന്നത് ഏത് കുടുംബത്തെ തന്ത്രി കുടുംബം ആക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ ഭരണസമിതിക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഇവരുടെ ഒരു വലിയ മതപരമായൊരു വ്യാഖ്യാനം തകർന്നു വീഴുന്നുണ്ട്. ദേവൻ്റെ അച്ഛനാണ് തന്ത്രി, ദേവൻ്റെ പിതൃസ്ഥാനമാണ് തന്ത്രിക്കുള്ളത്, പിതാവാണ്. കാരണം ദേവന് ഈ ചൈതന്യം കൊടുക്കുന്നത് തന്ത്രിയുടെ തപശക്തി എടുത്തിട്ടാണ് ദേവൻ്റെ ചൈതന്യം വെക്കുന്നുള്ള തന്ത്രി ദേവൻ്റെ പിതാവാണെന്ന് പറയുന്നത്. തന്ത്രിയുടെ ചൈതന്യ ബീജമാണല്ലോ ദേവൻ്റെ വിഗ്രഹത്തിലുള്ളതെന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് പൊളിയും. കാരണം ഒരു തന്ത്രി കുടുംബമല്ല, 6 പേരാണ് പിതൃസ്ഥാനത്ത് നിരന്ന് നിൽക്കുന്നത്. മാത്രമല്ല ഒരാളെ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പാരമ്പര്യ സ്വഭാവത്തിലൊന്നുമല്ല, പുറത്തുനിന്ന് കൂട്ടിച്ചേർത്ത അതും ബ്രാഹ്മണാണെന്ന് മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കി പാരമ്പര്യ സ്വഭാവത്തിലുള്ളതല്ല. ഇതിനൊക്കെ കൃത്യമായ രേഖകളുണ്ട്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇവരുടെ പാരമ്പര്യവാദത്തിന് ഇത്രയ്ക്കുള്ള അടിത്തറയേ ഉള്ളൂ. സ്വാഭാവികമായി ഇന്നത്തെ ഭരണസമിതിക്ക് വേണമെങ്കിൽ ഈ 6നെ 1 ആക്കാനും 6ന് പകരം 7, 8, 9 പേരെ തന്ത്രിസ്ഥാനത്തേക്ക് നിയമിക്കാനും ഒക്കെ സാധിക്കും. ആ സത്യം സർക്കാരും തങ്ങൾക്ക് തങ്ങളുടെ അധികാരം അറിയില്ല എന്ന് പറയുന്ന പോലെ ഇവർക്ക് സർക്കാരിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് അവരുടെ അധികാരം അറിയില്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. മാത്രമല്ല തന്ത്രിസ്ഥാനം പാരമ്പര്യമായി ഇവിടെ കൈമാറി വന്ന ഒന്നല്ല, മറിച്ച് കൃത്യമായി രാജാവ് തീരുമാനിക്കും ആരാണ് തന്ത്രി എന്നുള്ളത്. ഉദാഹരണത്തിന് ഉമയമ്മ റാണിയുടെ കാലത്ത്, തിരുവിതാംകൂറിൻ്റെ കാലത്ത്, അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിമാർ കൂടിയാണ് ഈ തരണനല്ലൂർ ഫാമിലി. ഉമയമ്മ റാണിയുടെ കാലത്ത് കേരളോർമ്മയായിട്ട് ഉമയമ്മ റാണിയുടെ ആ സംഘർഷം നടക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള അധികാരക്കിട മത്സരം നടക്കുന്ന സമയത്ത് ഈ തരണനല്ലൂർ ഇവരെന്നും പൊളിറ്റിക്സിൽ ഇൻഡയറക്റ്റായിട്ട് ഇടപെടും. മുമ്പേ തന്നെ അവർ അന്ന് കേരളോർമ്മയുടെ ഒപ്പം കൂടിയ സമയത്ത് റാണി തെരഞ്ഞു, റാണി അവരെ പുറത്താക്കി. അവിടുന്ന് ഇവർ നീക്കം ചെയ്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രിസ്ഥാനത്ത് നിന്ന് ഇവർ നീക്കം ചെയ്തു. ഇതിന് മതരേഖകളിൽ കൃത്യമായ എവിഡൻസ് ഉണ്ട്. അപ്പോൾ പിന്നീട് ഇവർ അവിടെ പോയി കാല് പിടിച്ചിട്ടാണ് പിന്നെ ഇവർ തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റാണിക്കറിയാം ഇവർ ദേവൻ്റെ അച്ഛനൊന്നുമല്ല, ഞാൻ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് തന്ത്രി. എൻ്റെ ഭരണാധികാരത്തിന് ഞാൻ പറയുന്ന റൂൾ അനുസരിച്ച് അവർക്ക് പെരുമാറാൻ ബാധ്യതയുണ്ടെന്നുള്ള കൃത്യമായ ധാരണ റാണിക്കുണ്ടായിരുന്നു. അവരിവിടെ നീക്കം ചെയ്തിട്ടുണ്ട്. തരണനല്ലൂരിൻ്റെ സ്ഥാനം പോയ കഥയുണ്ട്. അപ്പോൾ ഞാൻ സ്ഥാനം പോയ ചരിത്രം പറഞ്ഞു, കൂട്ടിച്ചേർത്ത ചരിത്രവും പറഞ്ഞു. ഇത്രേ ഉള്ളൂ തന്ത്രിസ്ഥാനത്തിൻ്റെ പാരമ്പര്യം. വാദം ചരിത്രപരമായി നിലനിൽക്കില്ല, ആത്മീയമായി നിലനിൽക്കില്ല. ഇവരുടെ ഈ പറയുന്ന തിയോളജി അനുസരിച്ചും ഒരു ടെക്സ്റ്റിലും തന്ത്രിദേവൻ്റെ അച്ഛനാണെന്ന് പറയുന്ന ടെക്സ്റ്റുകളൊന്നും ഹാജരാക്കാൻ അവർക്ക് പറ്റില്ല. ഇനി ഒരു പടി കൂടെ കടന്നു കഴിഞ്ഞാൽ ഇവരുടെ പാരമ്പര്യവാദം എങ്കിലും ഇവരുടെ പാരമ്പര്യ ശുദ്ധി ഇപ്പോൾ വരുന്ന പുതിയൊരു വാദം, അതാണ് ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത്. ഈ തരണനല്ലൂർ ഫാമിലി നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബര കാലത്ത് ക്ഷേത്രത്തിൽ അവർണർക്കും പ്രവേശിക്കാം എന്ന നിലപാടെടുത്ത ഒരു പുരോഗമനകരമായ നിലപാടെടുത്ത ഒരു കുടുംബ ചരിത്രം ഇവർക്കുണ്ട്. അവരെയാണ് നിങ്ങളിപ്പോൾ യാഥാസ്ഥിതികരെന്ന് മുദ്ര കുത്തി വിമർശിക്കുന്നതെന്ന് തെറ്റായൊരു ഒരു വിഭാഗം പറയുന്നുണ്ട്. അതിനെ പറ്റി ഇവിടെ ഞാൻ വിശദീകരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് ഈ പറയുമ്പോൾ വെച്ചാൽ 1936 തിരുവിതാംകൂർ രാജവംശമാണ്, അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജ്യത്താണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം ബാധകമായത്.
നമ്മൾ ഇപ്പോൾ പുതിയ കാലത്ത് നിന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ക്ഷേത്രം കൊച്ചി രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതിനകത്തൊരു എങ്ങനെയാണ് ഈ 1936 ക്ഷേത്രപ്രവേശന വിളംബരം നിലവിൽ വരുമ്പം ഈ കൂടൽമാണിക്യം ക്ഷേത്രം തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തോടെ കൂടി പറഞ്ഞു പോയാൽ കുറച്ചുകൂടെ കൂടി ആളുകൾക്ക് അത് ഒരു ഇൻഫർമേഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഞാൻ പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. താങ്ക്സ്. കാരണം ഇത് വിശദീകരിച്ചാൽ ഇത് മനസ്സിലാവും. കുഴഞ്ഞു മറിഞ്ഞ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ പറയുന്ന ഈ കൂടൽമാണിക്യം ക്ഷേത്രം നമ്മൾ വിചാരിക്കുന്ന ഒരു നിസ്സാര സ്ഥലമല്ല എന്ന് നമുക്ക് മനസ്സിലാവുക. കാരണം ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് ഇവർ ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുത്തു. അന്ന് ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ കൊച്ചി രാജ്യത്തിൻ്റെ അകത്താണ് ഉള്ളൊരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട എങ്കിലും ഇരിഞ്ഞാലക്കുട ക്ഷേത്ര സങ്കേതത്തിൽ കൊച്ചിക്ക് യാതൊരു അധികാരമില്ല. ക്ഷേത്ര സങ്കേതം എന്ന് പറയുമ്പോൾ നമുക്കതൊന്ന് വിശദീകരിക്കാം. ക്ഷേത്ര സങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം, അവിടുത്തെ ഒരു ബ്രാഹ്മണ സഭയ്ക്ക് പരിപൂർണമായ അധികാരം ഉണ്ടാവുക. അതൊരു രാജ്യം പോലെ, വത്തിക്കാൻ എന്ന് പറയുന്നതൊരു സിറ്റി, അവിടെ അതുപോലെ ഒരു ക്ഷേത്ര രാജ്യമാണ്. അപ്പോൾ ക്ഷേത്ര സങ്കേതം എന്ന് പറഞ്ഞാൽ പത്മനാഭമേനോനെ ഞാൻ വായിക്കാം, അപ്പോൾ നമുക്ക് കൃത്യമാവും. അതായത് സങ്കേതം എന്നാൽ ഒരു രാജാവിനും രാജാധികാരം നടത്തുവാൻ അധികാരമില്ലാത്ത ക്ലിപ്തപ്പെട്ട അതിർത്തികളുള്ള പ്രദേശമാകുന്നു. സങ്കേതാതിരികളിൽ സങ്കേതാധികാരികളുടെ അനുവാദം കൂടാതെ രാജാക്കന്മാർക്ക് കൂടി പ്രവേശിച്ചുകൂടാ. രാജാക്കന്മാർക്ക് പോലും പ്രവേശിക്കാൻ പറ്റില്ല. മാത്രമല്ല, കൂടൽമാണിക്യത്തിൻ്റെ ഒരു അതിർത്തി ഞാൻ വായിക്കാം. കൂടൽമാണിക്യത്തിൻ്റെ സങ്കേതാതിർത്തി വെള്ളാങ്കല്ലൂരിൽ നിന്ന് വടക്കോട്ടും, കുറുമാലി പുഴയ്ക്കിൽ നിന്ന് തെക്കോട്ടും, കാക്കാത്തിരുത്തി പുഴയ്ക്കിൽ നിന്നും കിഴക്കോട്ടും, ചാലക്കുടി പുഴയിൽ നിന്ന് പടിഞ്ഞാട്ടും ഉള്ള പ്രദേശമാകുന്നു. വളരെ വലിയൊരു ഭൂപ്രദേശമാണ്. ഈ ഭൂപ്രദേശം ഒരു ക്ഷേത്ര സങ്കേതമാണ്. ആ ക്ഷേത്ര സങ്കേതത്തിലേക്ക് കൊച്ചി രാജാവിന് ഒരു അധികാരമില്ല. ഇവിടുത്തെ ഭൂമി, അതായത് കൊച്ചിയുടെ രാജ്യാതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോഴും കൊച്ചി രാജവംശത്തിന് ഒരു തരത്തിലുള്ള അധികാരവും ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു അന്നത്തെ കാലത്ത് ഈ കൂടൽമാണിക്യം. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു അതിർത്തി, ഇവിടെ ഭൂമിയുടെ പാട്ടം പിരിക്കുന്നത്, പാട്ടത്തിന് കൊടുക്കുന്നത്, ഒരു ഭരണം നടത്തുന്നത് എല്ലാം ഈ ക്ഷേത്രമാണ്. അതിനും ഒരു കഥയുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് സങ്കേതം, ഒരു ക്ഷേത്രം ഭരിക്കപ്പെടുന്നത് 3 തരത്തിലാണ്. അവിടെ ഒരു മേൽക്കോയ്മ ഉണ്ടാവും, അതുപോലെ സമുദായം, പിന്നെ ഊരാൺമ ഉണ്ടാവും. ഊരാൺമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരാൺമക്കാർ ആ നാട്ടുകാരാണ്. ആ നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ ബ്രാഹ്മിൻ ഫാമിലീസാണ്. ഈ ഊരാൺമക്കാരുടേതാണ് ക്ഷേത്രം. ഊരാൺമക്കാർ നിശ്ചയിക്കുന്ന ആളുകളെയാണ് നമ്മൾ രാജാവോ അതിനൊക്കെയാണ് അവർ നിൽക്കുന്ന ആളുകളാണ് സമുദായം എന്ന് പറയുന്നത്. പിന്നെ മേൽക്കോയ്മ ഉണ്ടാവും. അതൊരു രാജാവിൻ്റെ മേൽക്കോയ്മ ഇവർക്ക് സ്വീകരിക്കാം. രാജാവിൻ്റെ മേൽക്കോയ്മ, ഞങ്ങൾ ഏത് രാജാവിൻ്റെ മേൽക്കോയ്മ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ സങ്കേതത്തിലെ അധികാരികളാണ്. ഇത് ആ പ്രദേശത്തെ ബ്രാഹ്മണരുടെ ഒരു ക്ഷേത്രമാണ്. അതും പത്മനാഭമേനോൻ പറയുന്നുണ്ട്. അവരാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഇത് ബ്രാഹ്മൺ ക്ഷേത്രമല്ല, ഇത് ജൈനന്മാരുടെ ക്ഷേത്രം അവർ പിടിച്ചെടുത്തതാണ്. അത് മറ്റൊരു കാര്യം. അല്ല, അപ്പോൾ അങ്ങനെ വരുമ്പം ആ കാലത്ത് അങ്ങനെ ഇവർ സ്വീകരിച്ച മേൽക്കോയ്മ ആണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ മേൽക്കോയ്മ, അതായത് കൊച്ചിൻ്റെ സ്വീകരിക്കാതെ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അവിടെയും ഒരു പ്രശ്നമുണ്ട്. തിരുവിതാംകൂറിൻ്റെ മേൽക്കോയ്മ സത്യത്തിൽ ഇവർ ആഗ്രഹിച്ച് സ്വീകരിച്ചതല്ല. കാരണം തിരുവിതാംകൂർ ഒരു വലിയ രാജ്യമാണ്. ഇവർ സ്വീകരിക്കുന്നത് അന്നത്തെ കൊച്ചി രാജ്യത്തിനേക്കാൾ വളരെ ചെറിയ രാജ്യമായിരുന്നു ഓണാട്. അതായത് കായംകുളം രാജാവിൻ്റെ മേൽക്കോയ്മയാണ് ഇവർ സ്വീകരിക്കുന്നത്. ആ മേൽക്കോയ്മ സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലൊരു മിത്തുണ്ട്. ആ മിത്താണ് ഈ സംഗമേശ്വരൻ അഥവാ കൂടൽമാണിക്യം എന്ന പേരിൻ്റെ പിന്നിലുള്ള കഥ. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ഒരു പ്രഭ കണ്ടുവെന്നും അപ്പോൾ അതിന് തുല്യമായ രത്നമുണ്ടോ എന്ന് അന്വേഷിച്ച് ഇവർ പോകുകയും അങ്ങനെ കായംകുളം രാജാവിൻ്റെ കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട രത്നം കൊണ്ടുവന്ന് ഈ വിഗ്രഹത്തോട് ചേർത്ത് വെച്ച് പരിശോധിച്ച സമയത്ത് ആ രത്നം ഈ വിഗ്രഹത്തിൽ ലയിച്ചു പോയെന്നും അപ്പോൾ വലിയ കടായല്ലോ, ഇത്രയും അമൂല്യമായ രത്നം കായംകുളം രാജാവിൻ്റെ ഇവിടെ നഷ്ടപ്പെട്ടു. അതിന് പകരമായിട്ട് ഈ മേൽക്കോയ്മ സ്ഥാനം, രാജമേൽക്കോയ്മ സ്ഥാനം ഇവർ കായംകുളത്തിന് കൊടുത്തു എന്നാണ് ഇവർ പറയുന്ന കഥ. ചുരുക്കി പറഞ്ഞാൽ കായംകുളം രാജാവിൻ്റെ മേൽക്കോയ്മയാണ് ഇവർ അംഗീകരിക്കുന്നത്. ആ കായംകുളം രാജാവ് നായർ സമുദായത്തിൽപ്പെട്ട ഒരു ആളെ ഇവിടെ തച്ചുടയ കൈമൾ എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് നിയോഗിക്കും. ഫലത്തിൽ ഈ നമ്മുടെ തൃപ്പടിദാനം നടത്തി ഇപ്പോൾ പത്മനാഭൻ്റെയാണ് രാജ്യം, പക്ഷെ ഞങ്ങൾ ഭരിക്കുമെന്ന് അവിടുത്തെ രാജകുടുംബം പറഞ്ഞ പോലെ ഒരു തച്ചുടയ കൈമളെ മുൻനിർത്തി ബ്രാഹ്മണർ ഇവിടെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. തച്ചുടയ കൈമൾ നായരാണ്. അദ്ദേഹത്തിനെ ഈ രാജാവ് തച്ചുടയ കൈമളായിട്ട് പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു അവരോധം എന്ന് പറഞ്ഞ വലിയ ചടങ്ങൊക്കെ നടത്തും. പിന്നെ തച്ചുടയ കൈമളിന് പൂണൂലിടാം. പൂജ ചെയ്യാൻ പറ്റില്ല, പൂണൂൽ ഇടാൻ സാധിക്കും.
ആ തച്ചുടയക്കമ്മൾ ഒരു ആവണിപ്പലകയിലാണ് അവിടെ പുരോഹിതൻ ബ്രാഹ്മണനായിരിക്കുന്നതെങ്കിൽ തച്ചുടയക്കമ്മൾക്ക് 2 ആവണിപ്പലക ഇട്ടിരിക്കാൻ പറ്റും. തച്ചുടയക്കമ്മൾ ഒരു അധികാരിയായി നിൽക്കും. പക്ഷേ തച്ചുടയക്കമ്മൾക്ക് തുടർച്ച ഉണ്ടാവില്ല. ഈ തച്ചുടയക്കമ്മളോട് കൂടെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടാവില്ല. വേറെ തച്ചുടയക്കമ്മൾ വരും. അപ്പോൾ അങ്ങനെ തച്ചുടയക്കമ്മളിനെ വെച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരം ഒരിക്കലും പരമ്പരാഗതമായി കൈമാറില്ല. ഇവരുടെ തന്ത്രികാവകാശം പരമ്പരാഗതമായി കൈമാറപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ തച്ചുടയക്കമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ കുറച്ച് ഭരണമൊക്കെ അദ്ദേഹത്തിന് നടത്താൻ പറ്റും. അല്ലെങ്കിൽ പരിപൂർണമായ അധികാരം ഇവരുടെ കയ്യിൽ നിൽക്കുകയും ചെയ്യും. പക്ഷേ ഭാഗ്യവശാലോ ഈ ഈ രാജ്യം തന്നെ നമ്മുടെ കായംകുളം രാജ്യം ഇല്ലാതാകുകയും അത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൽ ലയിപ്പിക്കുകയും ചെയ്തു. അതോടെ ഇവർ തിരുവിതാംകൂറിൻ്റെ മേൽക്കോയ്മയിൽ പെട്ടുപോയതാണ്. അപ്പോഴും ഇവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ അധികാരമുണ്ട്. തിരുവിതാംകൂറായിട്ട് ഇവർക്ക് ഒരു ബന്ധമുണ്ട്. കൊച്ചിയിലെയും പ്രധാന ക്ഷേത്രങ്ങളിൽ ഇവർക്ക് താന്ത്രികാവകാശമുണ്ട്. അപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറും ഒക്കെ നിരവധി ക്ഷേത്രങ്ങളിൽ അതുപോലെ താന്ത്രികാവകാശമുള്ളൊരു ഫാമിലിയാണ് ഈ തരണന്നൂർ ഫാമിലി. അപ്പോൾ അങ്ങനെയാണ് ഈ തിരുവിതാംകൂറിന് ഇവിടെ അധികാരം വരുന്നത്. തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിൽ തിരിച്ചു വരാം. 1936 ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് പുരോഗമനപരമായ നിലപാടെടുത്തു എന്നുള്ളൊരു വാദത്തിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയത്. അതിൻ്റെ തുടർച്ച പറയാം. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂറിൽ ഇവർക്ക് വളരെ ബഹുമാന്യമായൊരു സ്ഥാനമുണ്ട്. ഈ 36 അപ്പോൾ അന്ന് ഈ നമ്മുടെ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ മുമ്പായിട്ട് ഒരു കമ്മിറ്റി ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ചിരുന്നു, തിരുവിതാംകൂർ ഗവൺമെൻറ്. ആ നിയോഗിച്ച സമയത്ത് അതിൽ 7ാമത്തെ മെമ്പറുടെ പേര് എഴുതിയിരുന്നില്ല. പകരം എഴുതുന്നത് തരണന്നൂർ നമ്പൂതിരിപ്പാട് നിർദ്ദേശിക്കുന്ന ഒരു മഹാൻ എന്നാണ്. അതായത് തരണന്നൂർ നമ്പൂതിരിപ്പാട് തീരുമാനിക്കും അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ. ആ പ്രതിനിധിയാണ് തരണന്നൂരിന് വേണ്ടി പങ്കെടുക്കുക. അതല്ല തരണന്നൂർ നേരിട്ട് വരുന്നില്ല. അപ്പോൾ തരണന്നൂർ നമ്പൂതിരിപ്പാട് ഈ സമിതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിർദ്ദേശിച്ചത് പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയാണ്. അന്നത്തെ നമ്മുടെ പട്ടാമ്പി സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു. വളരെ ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് പുരോഗമനപരമായ കാഴ്ചപ്പാടൊക്കെ വെച്ച് പുലർത്തിയിരുന്ന ഒരാൾ കൂടിയായിരുന്നു. സംസ്കൃതമൊക്കെ എല്ലാ ജാതിക്കാരെയും ജാതി വ്യത്യാസം കൂടാതെ പഠിപ്പിക്കുക, മതവ്യത്യാസം കൂടാതെ പഠിപ്പിച്ച ആളൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കറുത്ത ഏടായിട്ടാണ് ഇവരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തയ്യാറാക്കി ഈ ക്ഷേത്രപ്രവേശന കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അത്രയ്ക്കും ഭീകരമായ രീതിയിൽ തരണന്നൂരിന് വേണ്ടി എന്തുകൊണ്ട് അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ചുകൂടാ, എന്തുകൊണ്ട് അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകിക്കൂടാ എന്ന് പല നിലകളിൽ വാദിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന 12 അധ്യായങ്ങളുള്ള ഒരു വലിയ റിപ്പോർട്ടാണ് തരണന്നൂരിൻ്റെ പ്രതിനിധി അവിടെ സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ വായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പുരോഗമനം വ്യക്തമാവും. അങ്ങനെ ഇവർ സത്യത്തിൽ ക്ഷേത്രപ്രവേശനം ചൂണ്ടിക്കാണിച്ച് നമുക്ക് ഈ അന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ എല്ലാ ജാതിക്കാർക്കും അല്ലെങ്കിൽ അവർണ ജാതിക്കാർക്ക് പ്രവേശനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പഠനമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നടന്നിട്ടുണ്ടാവുക. അതിനെ നിരാകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച് ഒന്ന് രണ്ട് വാദങ്ങൾ. ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിന് ശ്രുതി സ്മൃതി പുരാണങ്ങളുടെ ഒന്നും സമ്മതമില്ല എന്നുള്ള വാദം അവർ പറയുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് വൈകാനസ ധർമ്മസൂത്രം, മനുസ്മൃതി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉദ്ധരിച്ച് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതിനേക്കാൾ വളരെ വളരെ എന്താ പറയുക, നമുക്ക് കൗതുകകരമെന്ന് പറയാവുന്ന ധാരാളം പോയിന്റ് ഇവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഒരു 5 കാര്യങ്ങളെ ഇവർ ക്രോഡീകരിക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർണർക്ക് ഇപ്പോൾ ആചാരപ്രകാരമുള്ള അതിർത്തിയിൽ കുറേ കൂടി മുന്നോട്ട് പ്രവേശനം കൊടുക്കുക, അവർണർക്കും സവർണർക്കും പ്രത്യേക കൃത്യസമയം വെച്ചിട്ട് കൊടുക്കുക, പിന്നെ ഗവൺമെൻറ് വക ക്ഷേത്രങ്ങൾ ചിലത് മാത്രം അവർക്ക് കൊടുക്കുക, അവർണർക്ക് മാത്രമായി ചിലതും സവർണർക്ക് മാത്രമായിട്ട് നീക്കി വയ്ക്കുക. പിന്നെ അവർ പറയുന്നത് അവർണരെ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ സഹായിക്കുക. ഇതിന് ആദ്യത്തെ 4 കാര്യം ഇദ്ദേഹം തള്ളുകയാണ്. ഒരു കാരണവശാലും അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുന്ന സ്ഥലം മുന്നോട്ട് കൊണ്ടുപോകാനോ അവർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കാനോ പ്രത്യേക സമയത്തോ ദിവസങ്ങളോ അനുവദിക്കാനോ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇവർ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിന് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നതായാൽ താൽക്കാലികമായും നിശ്ചയമായും സംഭവിക്കുന്ന ഫലങ്ങളെപ്പറ്റി അവൻ പറയുന്നത് അവർണർക്ക് അനുവദിച്ച് കിട്ടിയ അവകാശത്തെ അവർ ഉപേക്ഷിക്കില്ല, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാത്രം അതാവും. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അധികാരം ഇതോടുകൂടി അവർണ വിഭാഗത്തിൻ്റെ കയ്യിലുള്ള അധികാരം അവർണ വിഭാഗത്തിൻ്റെ കൈമാറും, നമ്മുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കും എന്നുള്ള ആശങ്കയുണ്ട്. അതിനേക്കാൾ ഉപരി പറയുന്നത് അവരുടെ പ്രവേശം ഉൽപാദന നിമിത്തമാവും.
ദേവസാന്നിധ്യം അതിനാൽ നശിക്കും. അവർണർ പ്രവേശിച്ചാൽ ദേവസാന്നിധ്യം നശിക്കും, ക്ഷേത്രം അശുദ്ധമാകും, അപ്പോൾ പൂജ മുതലായവ നടത്താൻ പാടില്ലാതെയാകും. ഈ വാദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ തന്ത്രി പറയുന്നത്. അവർണർ പ്രവേശിച്ചാൽ അവിടുത്തെ ക്ഷേത്രത്തിലെ ചൈതന്യ ദേവസാന്നിധ്യം നശിക്കുകയും ക്ഷേത്രം അശുദ്ധമാകുകയും അതുകൊണ്ട് പിന്നെ പൂജ നടത്താൻ പറ്റില്ല, പൂജ നടത്തിയിട്ട് കാര്യമില്ല. ഈ വാദം അതായത് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ്, ഒരു നൂറ്റാണ്ടായിട്ടില്ലെങ്കിൽ പോലും ഒരു നൂറ്റാണ്ട് തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കാം, 10-80 കൊല്ലം മുമ്പ് മുന്നോട്ട് വെച്ച ഒരു വാദത്തിന്റെ അതിന്റെ ഡിക്റ്റോ എന്നുള്ള രീതിക്ക് ഇപ്പോഴത്തെ വാദം മുന്നോട്ട് വയ്ക്കുന്നതാണ് നമ്മൾ പറഞ്ഞു. ഇപ്പോഴത്തെ വാദം ഞാൻ വായിക്കാം. ഇപ്പോൾ അവർണർ പ്രവേശിക്കുന്നുണ്ട്, ഒരു വിരോധമില്ല. പക്ഷേ ഇപ്പോൾ വാദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബാലു അവിടെ ജോലി ചെയ്തുകൊണ്ടുള്ള കാര്യം പറയുന്നത്, ക്ഷേത്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തുടരുന്ന പക്ഷം, അതായത് ഇപ്പോൾ ബാലുവിനെ നിയമിക്കുകയാണെങ്കിൽ പ്രതിഷ്ഠാ ദിവസം ഉൾപ്പെടെയുള്ള താന്ത്രിക കർമ്മങ്ങൾ ഞങ്ങൾ താന്ത്രിക ചടങ്ങുകൾ നടത്തുന്നത് നിരർത്ഥകമാകയാൽ, നിരർത്ഥകമാണ്. കാരണം അവിടെ ബാലു മാല കെട്ടിയ മാല ചാർത്തിയ ദേവൻ അവിടെ ചാർത്തി കഴിഞ്ഞാൽ പിന്നെ ദേവസാന്നിധ്യം അവിടെ ഉണ്ടാവില്ല. പിന്നെ അവിടെ പൂജ ചെയ്യുന്നത് നിരർത്ഥകമാണ്. പിന്നെ അവിടെ വെറും കല്ലിനല്ലേ പൂജിക്കുന്നത്. ദേവസാന്നിധ്യം ബാലുവിൻ്റെ മാലയോടെ ഇല്ലാതാവുമല്ലോ. അപ്പോൾ പിന്നെ അവിടെ പിന്നെ പൂജ ചെയ്യുന്നത് നിരർത്ഥകമാണ്. ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ദേവസാന്നിധ്യം നശിക്കും, ക്ഷേത്രം അശുദ്ധമാകും, അപ്പോൾ പൂജ മുതലായവ നടത്താൻ പാടില്ല. അപ്പോൾ ബാലു മാല കെട്ടിയ മാല ചാർത്തിയ സംഗമേശ്വരനെ പൂജിക്കുന്നത് നിരർത്ഥകമാണ് എന്നാണ് ഇപ്പോഴത്തെ നിലപാട്. പണ്ട് അവർണർ കയറിയാൽ നിരർത്ഥകമായിരുന്നു, ഇപ്പോൾ കയറിയാലാവില്ല, മാല കെട്ടിയാലാവുള്ളൂ എന്നാണ്. ഈ കർമ്മബ്രാഹ്മണ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, കർമ്മണ അവർണർക്ക് ബ്രാഹ്മണനാകാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മണാണല്ലോ ഇപ്പം നമ്മൾ ഈ പുതിയ പൂജാരിമാരെ നിയമിക്കണമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന വേറൊരു വാദം അല്ലേ. എല്ലാ തന്ത്രങ്ങളും പഠിച്ചാൽ സ്വാഭാവികമായിട്ടും അവർണനും ബ്രാഹ്മണനാകാം എന്നുള്ളൊരു വേർഷൻ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പം ആ ഒരു സാധനം പ്രയോഗത്തിൽ വരുമ്പോൾ അങ്ങനെ പറ്റില്ല എന്ന്. കർമ്മണ എല്ലാവർക്കും ബ്രാഹ്മണനാകാം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കർമ്മണ ഒരാൾക്ക് കഴകക്കാരൻ പോലും ആവാൻ പറ്റില്ല എന്നാണ് കൂടൽമാണിക്യത്തിൽ തന്ത്രിമാർ ഇപ്പോഴും പറയുന്നത്. അതിനുള്ള എല്ലാ വിധികളും ഇവർ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് അതിൻ്റെ എൻക്വയറി കമ്മിറ്റിക്ക് മുമ്പാകെ അതിനെ ഏറ്റവും ശക്തമായി എതിർത്ത ആളുകളെന്ന് പറയുന്നത് തരണന്നൂരിൻ്റെ പ്രതിനിധിയാണ്. അതൊരു വ്യക്തിയായിരുന്നില്ല, ഒരു കുടുംബത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ നിയമിതനായ വ്യക്തിയാണ് അവിടെ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ആ വ്യക്തിയുടെ വാദമായിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റില്ല, ഒരിക്കലുമില്ല. ആ വ്യക്തിയുടെ വാദമല്ല. കാരണം ഇവർക്ക് വേണ്ടിയാണ് അവിടെ പറയുന്നത്. ഇവരങ്ങനെ കേശവശാസ്ത്രിയെ പോലുള്ള ദളിതരൊക്കെ ഇരിക്കുന്ന കമ്മിറ്റിയിലൊന്നും പോയിരിക്കില്ല. അവിടെ തരണന്നൂരിൻ്റെ പ്രതിനിധിയാണ് വരുന്നത്. ആ പ്രതിനിധിയാണ് ഈ വാദം ഉന്നയിക്കുന്നത്. ഈ വാദത്തിൻ്റെ തരണന്നൂർ തള്ളിയിട്ടില്ല. പക്ഷേ സർ CP രാമസ്വാമിയുടെ പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു ഈ ക്ഷേത്രപ്രവേശനം. ആ സമയത്ത് തരണന്നൂർ ശരിക്കും പെട്ടുപോയി. കാരണം അവരുടെ മുമ്പിൽ 2 ഓപ്ഷനുള്ളൂ. ഒന്നുകിൽ ഇത്രയും സമ്പന്നമായ തിരുവിതാംകൂറിലെ അനേകം ക്ഷേത്രങ്ങളിലുള്ള തന്ത്രാധികാരം പരിപൂർണമായി ഉപേക്ഷിക്കുകയും അവർണർ പ്രവേശിച്ച ക്ഷേത്രങ്ങളിൽ ചൈതന്യമില്ലാത്തതുകൊണ്ട് ഇനി മേലാൽ ഞങ്ങൾ പൂജയ്ക്ക് വരില്ല എന്ന് പറയുകയും ചെയ്യുക. അങ്ങനെ അവർണർ പ്രവേശിച്ചതിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കടക്കാതെ ഇവിടുന്ന് പോയ ഒരു രാജ്ഞിയുടെ കഥ നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് അങ്ങനെ ആ മാർഗം പിന്തുടരുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ രാജാവിന് കീഴ്പ്പെട്ട് അവിടെ പൂജ ചെയ്യുക എന്നുള്ളതാണ്. ഇവർ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തപ്പോൾ വീണ്ടും പ്രശ്നമായി. കാരണം കൊച്ചി രാജ്യം അന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് എതിരാണ്. ഇവർക്ക് കൊച്ചിയിലും നിരവധി ക്ഷേത്രങ്ങളിൽ താന്ത്രികാവകാശമുണ്ട്. അപ്പോൾ കൊച്ചിയിലെ ആളുകൾ പറഞ്ഞു, നിങ്ങൾ തിരുവിതാംകൂറിൽ പോയ അവർണരൊക്കെ പ്രവേശിക്കുന്ന ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്ന ശാന്തിക്കാരായതുകൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറ്റാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവർക്ക് ചില ക്ഷേത്രങ്ങളിൽ ഭ്രഷ്ടൊക്കെ വരുന്നത്. ഇവരവിടെ പെട്ടുപോകുന്നതാണ്. ആ ഭ്രഷ്ട് കൽപ്പിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ, ആ ഭ്രഷ്ട് ഇവർക്ക് കൽപ്പിക്കണമെന്ന് പറയുന്നതും ഈ തരണന്നൂർ ഫാമിലിയിൽ തന്നെ ഈ മൂപ്പിള തർക്കങ്ങളുടെയും അവരുടെ തമ്മിലുള്ള ചില പ്രശ്നങ്ങളുടെയും ഫലമായിട്ട് അവരുടെ ഫാമിലിയിലെ തന്നെ ആളുകളാണ്. അതുകൂടെ ഞാൻ പറയാൻ കൃത്യമായിട്ട് നമ്മുടെ ചെറായി രാമദാസ് സാറിൻ്റെ കായൽ സമ്മേളന രേഖകളിൽ അദ്ദേഹം ഒരു കാര്യം ഉദ്ധരിക്കുന്നുണ്ട് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ. അത് ഞാൻ വായിക്കാം. തിരുവനന്തപുരത്ത് ചേർന്ന ഒരു വലിയ ബ്രാഹ്മണ യോഗം രാജാവിന് പിന്തുണ നൽകി. കൈമുക്ക് വേദികനും വെളുത്തേടത്ത് തരണനല്ലൂർ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ യാഥാസ്ഥിതിക നമ്പൂതിരിമാർ ഇരിഞ്ഞാലക്കുടയിൽ, അതായത് തരണനല്ലൂർ ഫാമിലിയിൽ തന്നെയാണ്, ഇരിഞ്ഞാലക്കുടയിൽ കിഴക്കേ മനക്കാട് രാമൻ നമ്പൂതിരിപ്പാടിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന വിളംബരത്തെ എതിർത്തു.
അയിത്തക്കാർ കയറുന്ന തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്ന കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ പൂജാരിക്കെതിരെ നടപടി വേണമെന്ന് യോഗം ആലോചിച്ചു. അയാൾ ആ ജോലി തുടരുകയാണെങ്കിൽ ഭ്രഷ്ടനാക്കാൻ തീരുമാനിച്ചു. അത്തരം കാര്യങ്ങൾ കൊച്ചി രാജാവിനെ കൊണ്ട് ഇദ്ദേഹത്തിന് വിലക്ക് പ്രഖ്യാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനൊപ്പം നിന്നപ്പോൾ കൊച്ചിയിൽ പ്രശ്നമായി. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു നവോത്ഥാന നായകന്മാരുടെ ഒരു ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അതൊരിക്കലും നിലനിൽക്കില്ല ആ ക്ലെയിം. കാരണം അവർ ക്ഷേത്രപ്രവേശന കമ്മിറ്റിക്ക് മുമ്പാകെ അവരുടെ പ്രതിനിധി കൊടുത്ത റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല. മാത്രമല്ല, ഈ കൂടൽമാണിക്യത്തിലെ ക്ഷേത്രം എന്ന് പറയുന്നത് എത്രമാത്രം ജാതി വിവേചനം വളരെ അടുത്ത കാലം വരെ പുലർത്തിയിരുന്നു. PC കുറുമ്പ അവർ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നടന്ന കുട്ടംകുളം സമരത്തിൽ പങ്കെടുത്ത് അടികൊണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ ഒരു ചെറിയ നേരോട് കൂടി ഇപ്പം നമ്മൾ ഈ 36-ന് ശേഷം ക്ഷേത്രപ്രവേശന വിളംബരമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂറിലുണ്ടായൊരു മുന്നേറ്റം, അതിനെ തുടർന്ന് കൊച്ചിയിലും ഇതിൻ്റേതായ മാറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിരുന്നല്ലോ. ആ സമയത്ത് കൊച്ചിയിൽ ക്ഷേത്രങ്ങളിൽ അവർണരെ പ്രവേശിപ്പിക്കുക എന്നുള്ളൊരു ധാരണ പറയുന്ന സമയത്ത് അതിനും എതിരെ നിൽക്കുകയല്ലേ ഇവർ ചെയ്തത്? തീർച്ചയായും അവർ എതിരാണ് നിൽക്കുന്നത്. കൊച്ചിയിലെ ക്ഷേത്രങ്ങളിൽ അവർണരെ പ്രവേശിപ്പിക്കുന്നത് പോകട്ടെ, എന്നാണ് കുട്ടംകുളം സമരം നടക്കുന്നത്? 46-ലാണ്. 46-ൽ പോലും 36-ൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന് അവിടുത്തെ അമ്പലങ്ങളിൽ പോയി പൂജ ചെയ്യുന്ന ഇവർ 46-ൽ പോലും ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ അവർണരെയോ ദളിതരെയോ പ്രവേശിച്ചിട്ടില്ല. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ ഒരു ചൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് താമസിപ്പിക്കും. അവർണരൊക്കെ കൊടുക്കുന്ന ഈ പൂജാദ്രവ്യങ്ങൾ അശുദ്ധമാണല്ലോ, പക്ഷേ പൗലോസ് തൊട്ടാൽ അശുദ്ധിയില്ല. ഇതാണ് വിശ്വാസം. പക്ഷേ ഈ കൂടൽമാണിക്യത്തിലേക്ക് വരുമ്പോൾ കഥ വ്യത്യസ്തമാണ്. കൂടൽമാണിക്യത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പോലും കുട്ടംകുളത്തിൻ്റെ മുമ്പിലൂടെ ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള വഴികളിലൂടെ പോയത് വിലക്കിയിരിക്കുന്നു. അതിൻ്റെ ധാരാളം ഉത്തരവുകൾ നമുക്ക് മജിസ്ട്രേറ്റ് ഉത്തരവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 1910 ഇറങ്ങുന്ന ഉത്തരവിൽ കൃത്യമായി ഇവിടുത്തെ മതപരമായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉത്തരവ് ഇറക്കുന്നത് പറയുന്നുണ്ട്. അതാണ് 1946-ൽ പോലും ഇവർ വീട വ്യത്യാസമില്ലാതെ പാലിച്ചിരിക്കുന്നത്. അന്ന് അതിനെ മാറ്റിമറിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, സഖാവ് PC കുറുമ്പ വളരെ അടുത്താണ് മരിക്കുന്നത്. KV ഉണ്ണി, അദ്ദേഹത്തെ ഇവരൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതൊരു പഴയ കഥയാണ്. ജാതി വിഭജനം എന്ന് പറയുന്നത് എന്തോ പഴയ കഥയാണെന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദേശാഭിമാന റിപ്പോർട്ട്സ് ഉണ്ട്. അവിടെ വലിയൊരു പുലയ സമ്മേളനം നടക്കുന്നുണ്ട്. 5000-ഓളം പേര് പങ്കെടുക്കുന്ന വലിയ പ്രകടനം. അന്ന് വളരെ മനോഹരമായ രീതിയിൽ, നല്ല രീതിയിൽ, ആധുനികമായ രീതിയിലൊക്കെ വസ്ത്രം ധരിച്ചാണ് പുലയ സ്ത്രീകൾ പങ്കെടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ സവർണ്ണ സ്ത്രീകളെക്കാൾ നല്ല രീതിയിൽ കുളിച്ച് വസ്ത്രം ധരിച്ച് വരുന്നവരാണ്, പക്ഷെ ഞങ്ങൾക്ക് ഈ വഴി നടക്കാൻ പറ്റില്ല, ഇവർക്കേ നടക്കാൻ പറ്റൂ, അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ സമരം പ്രഖ്യാപിക്കപ്പെടുന്നു. SNDP യോഗം, അന്നത്തെ കൊച്ചിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അച്യുതമേനോനാണ് സെക്രട്ടറി. SNDP യോഗത്തിൻ്റെ അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പനാണ്. P ഗംഗാധരൻ എന്ന് പറയുന്നത് പിന്നീട് CPM-ലൊക്കെ വന്നത്, CPM-ലൊക്കെ പുറത്തൊക്കെ വിട്ട നവോത്ഥാന കാലത്ത് വലിയ സംഭാവന നയിച്ചിട്ടുള്ള P ഗംഗാധരൻ. ചാത്ത മാസ്റ്റർ, ഫസ്റ്റത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ചാത്ത മാഷ്. അപ്പോൾ ചാത്ത മാഷിൻ്റെയാണ് ജനകീയ ശക്തി മുഴുവൻ ചാത്ത മാഷ്. 5000-ലധികം പേരെ സംഘടിപ്പിച്ച് പ്രകടനം നടത്തുന്ന നേതാവാണ് അദ്ദേഹം എന്ന്. അപ്പോൾ P ഗംഗാധരനെ, ചാത്ത മാസ്റ്ററെ, KV ഉണ്ണിയെ, PC കുറുമ്പയൊക്കെ പോലീസ് മൃഗീയമായി മർദ്ദിക്കുന്നുണ്ട്. അതിൽ പ്രതിഷേധ പ്രകടനം നടത്തിയവർ അറസ്റ്റിലാവുന്നുണ്ട്. അങ്ങനെ വലിയ സമരം അവിടെ കുട്ടംകുളത്തിൽ 46-ലാണ് നടക്കുന്നത്. അതിനുശേഷമാണ് അവർണർക്ക് ആ വഴിയിലൂടെ നടന്നു പോകാനുള്ള അധികാരം കിട്ടിയത്. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നിങ്ങൾ ഇരിഞ്ഞാലക്കുട പോയി നോക്കിയാൽ PC കുറുമ്പയോ ചാത്ത മാസ്റ്ററെയോ ഈ പറയുന്ന അവിടെ അടികൊണ്ട് വീണ ഉണ്ണിച്ചേട്ടനെയോ പോലുള്ള ഈ പറഞ്ഞ എല്ലാ മർദ്ദനമേറ്റ ആളുകൾ അവരുടെ കൈയൊക്കെ കെട്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ടുപോകുന്നത്. P ഗംഗാധരനെ കൈയും കാലും കെട്ടിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, മർദ്ദിക്കുക. അപ്പോൾ ഇവരുടെ സ്മരണ നിലനിർത്തുന്നതോ കുട്ടംകുളം സമരത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതായ ഒരു ബോർഡ് പോലും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. അവിടെ ഒരു മ്യൂസിയം തുടങ്ങിയ സമയത്ത് ഞാനവിടെ പോയി നോക്കിയിരുന്നു. അപ്പോൾ എൻ്റെ ആൾ തച്ചുടായി കൈമളുടെ പല്ലക്കാണ് ഇതെന്ന് പറഞ്ഞ് വളരെ അത് അല്പം ശോചനീയാവസ്ഥയിലായിരുന്നു. അതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ തച്ചുടായി കൈമളെന്ന് പറഞ്ഞാൽ എന്തോ മഹാനായ ഭരണാധികാരി എന്നുള്ള നിലയ്ക്കാണ്. ആരാണ് ഈ തച്ചുടായി കൈമളെന്ന് അറിയണമെങ്കിൽ നമ്മൾ നിയമസഭാ രേഖകളെടുത്ത് പരിശോധിച്ചാൽ മതി. ഈ 46-ൽ തീരുന്നില്ല.
69 ഈ അത് നമ്മുടെ വെച്ചാൽ 69 സമരത്തിനകത്ത് ഈ അച്യുതമേനോന്റെ ഒരു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ പുരോഗമനാശയം മുന്നോട്ട് വയ്ക്കുന്ന ആളുകളുടെ ഒരു തുടർച്ച, അവർ ഈ ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ വർണ്ണ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ മാറ്റിമറിക്കുക ഒരു തുടർച്ചയുണ്ടല്ലോ ഈ 69. അത് തൊഴിൽ സമരോടെ കൂടിയാണ് ഞാൻ മനസ്സിലാക്കണേ. അതെ 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 തീർച്ചയായും തുടർച്ചയുണ്ട്. കാരണം അച്യുതമേനോൻ എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം ആദ്യം അവിടെ നിന്നാണ് ഫസ്റ്റ് മിനിസ്റ്റർ വരുന്ന സമയത്ത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് അദ്ദേഹം ജയിക്കുന്നത്. മാത്രമല്ല ചാത്തമാഷ് ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയുന്ന ആളുകൾ ആണ് സഭയിലുള്ളത്. ആ സമയത്താണ് ഈ 917 ഒരു ഉത്തരവിന് മുൻനിർത്തി ഇരിഞ്ഞാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രവും ആ ക്ഷേത്ര സങ്കേതത്തിനകത്ത് ഒരു നിയമവും ഒരു പാലിച്ചിരുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഒരു റിപ്പബ്ലിക് പോലെയാണ് ഒരു പ്രവർത്തിക്കുന്നത്. കേരള നിയമസഭ അതിനു മുമ്പ് പാസ്സാക്കിയ ഈ കാർഷിക ബന്ധമില്ലോ അത് കുടുകിടപ്പ് നിരോധനം ഒന്നും ഇവർക്ക് ബാധകമല്ല. ഇവരുടെ കുടിയാന്മാരെ പീഡിപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള അയിത്തം, ക്ഷേത്ര പരിസരത്ത് അയിത്തം, ജന്മി കുടിയാൻ ബന്ധത്തിൽ ഇവർ നടത്തുന്ന വലിയ തരത്തിലുള്ള ചൂഷണങ്ങൾ, ഇതിലൊക്കെ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അസംതൃപ്തരാണ്. ഈ സമയത്താണ് 69 സംഭവം ഉണ്ടാകുന്നത്. ഒരു പടി കൂടെ കടന്ന് അന്നത്തെ തച്ചടയെ കഴിയുമ്പോൾ ആ ക്ഷേത്രത്തിലെ മുഴുവൻ ആളുകളെയും പിരിച്ചുവിടും. അപ്പോൾ സഭയിലെ ഡിസ്കഷൻ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ചില മെമ്പേഴ്സ് 44 പേരെ പിരിച്ചുവിട്ടെന്ന് പറയുന്നുണ്ട്, ചിലർ 41 എന്ന് പറയുന്നുണ്ട്, ചിലർ 24 എന്ന് പറയുന്നുണ്ട്. എന്തായാലും 40-ലധികം പേര് അന്ന് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അവരവിടെ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു സമിതി രൂപീകരിച്ച് അവരവിടെ വലിയ തോതിൽ സമരം ആരംഭിക്കും. ഈ സമരത്തിൽ അച്യുതമേനോൻ്റെ ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്. അവർ 1970 മാർച്ച് 9 ഒരു ഓർഡിനൻസ് വഴി ഈ ക്ഷേത്രം ഏറ്റെടുക്കും. സർക്കാർ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ അതിനെ ഏറ്റെടുക്കുന്നതല്ല പറയുന്നത്, നിയമപരമായി അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുവെങ്കിലും അത് ജനാധിപത്യവൽക്കരിക്കുകയും സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെയാണ് ഈ ബ്രാഹ്മണ ശാപമൊക്കെ പ്രവർത്തിക്കുന്നത്. ഓർഡിനൻസ് 6 മാസത്തിനകത്ത് നിയമമാവണം. പക്ഷേ 5 മാസം തികയുന്നതിന് മുമ്പ് അച്യുതമേനോൻ്റെ സർക്കാർ വീണു. അപ്പോൾ കൂടൽമാണിക്യത്തിലെ സവർണരും ആളുകളൊക്കെ പടക്കം പൊട്ടിച്ചു. കാരണം ബ്രാഹ്മണരോട് കളിച്ചാൽ, തച്ചടേക്കമ്മളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, സർക്കാർ വീണു. പക്ഷേ ആ സമയത്ത് അച്യുതമേനോൻ ഗവൺമെൻറ് തന്നെ തിരിച്ചു വരുന്നു. 71 നിയമസഭയിൽ ബില്ല് കൊണ്ടുവരുന്നു. അങ്ങനെ കൂടൽമാണിക്യം ടെമ്പിൾ ആക്ട് ആവുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ജനാധിപത്യ സ്വഭാവത്തിലുള്ള ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാകും. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടന്ന വിഭജനത്തെ തുടർന്ന് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമായി നിൽക്കുന്ന സമയമായിട്ട് പോലും സഭയിൽ ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഭരണത്തിനും പ്രതിപക്ഷ കക്ഷികൾക്കും ഒരേ അഭിപ്രായമാണ്. എല്ലാവരും ഈ തച്ചുടയ കൈമളിൻ്റെ, ഞാൻ ചുരുക്കി പറയാം കാരണം ഇതൊരു പ്രശ്നം കൂടി ഉണ്ട് അവിടെ. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭൂമി മുഴുവൻ തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വക്കീലന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച അവർണരും കൂടെ വരുന്നുണ്ട്. അവരുടെ കിടപ്പാടം പോകുന്ന പണിയാണ്. കാരണം തച്ചുടയ കൈമൾ ഒരു ജന്മി എന്നുള്ള നിലയിലാണ് പെരുമാറി വരുന്നത്. ഈ വസ്തുവിലെ കൊടുക്കിടപ്പുകാർ ഇന്നത്തെ നിയമം അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പല സമരങ്ങളും നടത്തിയിട്ടുണ്ടെന്നുള്ളത് നാം വേണ്ട വസ്തുതയാണ്. ക്ഷേത്രാരാധനയുടെ കാര്യത്തിൽ മാത്രമല്ല, ദേവസ്വം സ്വത്തുവകകൾ പാട്ടമായി വാരമായി കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിനും ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരിയായ തച്ചുടയും കൈമളും ഇന്നത്തെ ട്രസ്റ്റുമാരും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതായിരുന്നു നിയമസഭയിലെ അന്നത്തെ ജനങ്ങളുടെ എല്ലാ വിഭാഗത്തെയും. ഇരിഞ്ഞാലക്കുട ക്ഷേത്ര സങ്കേതത്തിനകത്തുള്ള അവർണരായ, ദളിതരായ, ക്രിസ്ത്യാനികളായ, മുസ്ലിങ്ങളായ, എന്തിന് സവർണരായിട്ടുള്ള സമുദായങ്ങളിൽപ്പെട്ട പാട്ടക്കാരുടെയും പ്രശ്നം ഇതൊക്കെയായിരുന്നു. ഒറ്റ പോയിന്റ് ഡിസ്കസ് ചെയ്ത് നമുക്കിത് അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് വളരെ പുരോഗമനപരമായ മുദ്രാവാക്യങ്ങളുടെയോ ആശയങ്ങളുടെയോ പുറത്ത് വലിയൊരു സമരം നടന്നിട്ടാണ് ഇന്ന് കാണുന്ന അവസ്ഥയായിട്ടെങ്കിലും കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ പല ചിട്ടകളും രീതികളും പാരമ്പര്യവാദങ്ങളെല്ലാം മാറി വന്നത്. പക്ഷെ അതിൻ്റെ അടയാളം എവിടെയും അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്. അപ്പം നിലവിൽ പാരമ്പര്യവാദത്തിൻ്റെ സ്വഭാവത്തിലുള്ള പഴയ ചിട്ടകളും മട്ടങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞുള്ള വാദങ്ങൾ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ പുരോഗമനപരമായ ആശയങ്ങളെ നിലനിർത്തി പോകുന്നതിൽ ഇപ്പം ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഈ പുരോഗമന സ്വഭാവത്തിൽ വരുന്ന ഈ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട അധികാര സ്വഭാവത്തിനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടെ കൂടി ഇതിനകത്തില്ലേ. അവിടെ നമ്മളിപ്പോൾ പൊതുവെ പറയുമല്ലോ, നമ്മൾ പുരോഗമനത്തിൻ്റെ ചെരുപ്പിടുകയും അത് വീടിന് പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറുകയും ചെയ്യുക എന്നുള്ള മലയാളിയുടെ ഒരു സ്വഭാവത്തെ പറ്റി ഇപ്പോൾ നമ്മൾ വലിയ വിമർശനം നമ്മൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അർത്ഥത്തിൽ ഈ വിഷയത്തെ കൺക്ലൂഡ് ചെയ്താൽ അങ്ങനെ കൺക്ലൂഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും നിയമപ്രകാരം ദേവസ്വം ഭരണത്തിൽ വരുന്ന ആളുകൾ, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ആളുകൾ, അവരുടെ ദൗത്യം എന്താണെന്ന് ആദ്യം അറിയണം.
തന്ത്രിമാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മുടെ ആദിത്യൻ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ആദിത്യൻ കേസിൽ കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. കേരള ഹൈക്കോടതി പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ തീം സോങ് എന്ന് പറയുന്നത് ജാതി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ മാത്രമാണ് അയിത്തം ഇല്ലാതാക്കുന്ന ഒരു പ്രത്യേക വകുപ്പുള്ളത്. എല്ലാ ടൈറ്റിലുകളും എല്ലാവരുടെയും അബോളിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേക വകുപ്പ് അനുച്ഛേദമുള്ള ഭരണഘടനയാണ് നമ്മുടേത്. ഈ ഭരണഘടനാ മൂല്യങ്ങളെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അതല്ലാതെ ഇവിടുത്തെ ദുരാചാരങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതല്ല ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ദൗത്യം. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ തന്ത്രിമാർക്ക് ഭരണഘടനയോ നിയമവ്യവസ്ഥയെ പറ്റി യാതൊന്നും അറിയില്ല. തന്ത്രിമാർക്ക് പരീക്ഷ ഏർപ്പെടുത്തണം. അവർക്ക് ഭരണഘടനയെയും നിലനിൽക്കുന്ന നിയമങ്ങളെയും പറ്റിയിട്ട് അയിത്തത്തിനെതിരായിട്ട് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ എന്താണ് പറയുന്നതെന്നും ഇന്ത്യയിലെ ഭരണഘടനയിലെ ലക്ഷ്യം എന്താണെന്നും ഇവരെ മനസ്സിലാക്കുന്ന ഇത്തരത്തിൽ ടെസ്റ്റ് നടത്തി അതിൽ പാസ്സാകുന്ന ആളുകൾ മാത്രമേ തന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവരെ ബോധവൽക്കരിക്കണം. ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഭരണഘടനയെ പറ്റി ഒരു കോഴ്സെങ്കിലും കൊടുക്കണം. ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ മെമ്പേഴ്സിനും ഈ തന്ത്രിമാർക്കും. ഇവർ പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ അണുകിട തെറ്റാതെ പാലിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന ആചാരങ്ങളുടെ മറവിൽ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് കൃത്യമായ ജാതിയും അയിത്വമാണ്. ദേവസ്വം ബോർഡിലെ അംഗങ്ങളും തന്ത്രിമാരും യഥാർത്ഥത്തിൽ നിയമ നടപടി നേരിടേണ്ട കുറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇവിടെ എടുക്കേണ്ട ഒരു നിലപാടെന്ന് പറയുന്നത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് അപരിമിതമായ അധികാരം ഈ വിഷയത്തിലുണ്ട്. ആ അധികാരം സർക്കാർ പ്രയോഗിക്കണം. സർക്കാർ അയിത്തം ആചരിക്കുന്ന ഒരു തന്ത്രി അയിത്തം ആചരിച്ചാൽ, ഒരു ശാന്തിക്കാരൻ അയിത്തം ആചരിച്ചാൽ അയാൾ ജോലി നഷ്ടപ്പെടുകയും അയാൾ നിയമ നടപടികൾക്ക് വിധേയനാകുകയും ചെയ്യുമെന്ന അവസ്ഥയുണ്ടെങ്കിൽ ഉറപ്പായും ഇവരനുസരിക്കും. അതിന് നമുക്ക് ഇവർ ഭരണാധികാരത്തിന് കീഴ്പ്പെടാത്ത ആളുകളൊന്നുമല്ല എന്ന് തിരുവിതാംകൂറിലെ അനുഭവം നമ്മൾ തെളിയിക്കുന്നുണ്ട്. അതിനുള്ള ആർജവും ഭരണാധികാരികൾക്കുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഒറ്റ കാര്യോട് കൂടി പറഞ്ഞിട്ട് തന്നെ നിർത്തുവാണ്. കാരണം ഇപ്പം ഇതിൻ്റെ പിന്നിലൊരു സമ്മർദ്ദ സ്വഭാവം ഉണ്ടല്ലോ. ഈ സമ്മർദ്ദ സ്വഭാവത്തിന് ബാലുവിനും വിധേയനാവേണ്ട വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാലു ഈ ജോലിയിൽ തന്നെ ഒഴിവാക്കി തരണമെന്നും അല്ലെങ്കിൽ മീൻസ് തൽസ്ഥിതി തുടരണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം എന്തൊക്കെ പുറത്ത് എന്തൊക്കെ വിപ്ലവം നടന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ എതിർപ്പ് ഇതിനോടുണ്ട് കഴിഞ്ഞാലും വ്യക്തികൾ ഒക്കെ ഇതിനോട് വിധേയമായി പോകുന്ന അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ സ്വഭാവത്തിലുള്ള ഒരു രീതികളെ കൂടി നിലനിൽക്കുന്നുണ്ടെന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇതും ആദ്യത്തെ അനുഭവമല്ല. പ്രാക്കുളം ബാസി EMS ഗവൺമെൻറ് കാലത്ത് പ്രാക്കുളം ബാസി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ ആ ബോർഡ്, അന്ന് സഖാവ് ചന്ദ്രാനന്ദനൊക്കെ ദേവസ്വം ബോർഡിൽ അംഗങ്ങളാണ്. അവർ വളരെ പുരോഗമനപരമായ ഒരു ബോർഡായിരുന്നു. അവരാണ് ശാന്തി ജോലിയിലേക്ക് ആളുകളെ പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഏത് മതത്തിലും ജാതിയിലും പെട്ടവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുകയും അവിടെ ആളുകളെ പ്രവേശിപ്പിക്കുകയും പഠിപ്പിക്കുകയും അതിൽ പെട്ട ആളുകളെ ജോലിക്ക് നിയമിക്കുകയും ചെയ്തിരുന്നു. പരമു ശർമ്മ എന്ന് പറയുന്ന ഒരു ദളിത് വിഭാഗക്കാരനായ ആൾക്കും അന്ന് അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഈ പരമു ശർമ്മയൊക്കെ പിന്നീട് ഈ ശാന്തി ജോലി ചെയ്യാൻ സാധിക്കാതെ ഈ സവർണറുടെ പീഡനങ്ങൾ കാരണം തസ്തിക മാറ്റം വഴി പിന്നീട് ദേവസ്വം ശ്രീകാര്യ പദവിയിലേക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ പദവിയിലേക്കൊക്കെ മാറി ജോലി ചെയ്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. പരീക്ഷ എഴുതി ജോലിക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ജോലി നിലനിൽക്കുക എന്നുള്ളത് പ്രധാനം. തസ്തിക ഏതായാലും കുഴപ്പമില്ല, എനിക്ക് മാസം ശമ്പളം കിട്ടുന്നൊരു ജോലിക്ക് വേണ്ടി വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവർ ഈ സമ്മർദ്ദത്തിന് എളുപ്പം വഴിപ്പെട്ട് പോകും. ആ സ്ഥാനത്ത് നമ്മളായാലും അതുപോലെ ചെയ്തു പോകും. പക്ഷേ ഏത് തസ്തികയിലേക്കാണ് അവർ പരീക്ഷ എഴുതിയത് റാങ്ക് ലിസ്റ്റിൽ വന്നത്, ആ തസ്തികയിൽ ജോലി ചെയ്യാനുള്ള അവസരവും സാഹചര്യവും അവർക്ക് തൊഴിലിടത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ദൗത്യമാണ്. അവിടെ ബാലു ഒരിക്കലും കുറ്റക്കാരനാകുന്നില്ല. ബാലുവിൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി സ്വാഭാവികമായിട്ടും സ്വന്തം ജീവൻ, സ്വത്ത്, സമാധാനം, ശമ്പളം ഒക്കെ ആയിരിക്കും. അത് ഏതൊരു ഉദ്യോഗസ്ഥൻ്റെ ഏതൊരു സാധാരണക്കാരൻ്റെ അങ്ങനെ ആയിരിക്കും. അവിടെ ബാലുവല്ല തെറ്റുകാരൻ. ബാലുവിനെ നൽകിയ ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം 21-ാം നൂറ്റാണ്ടിലും 2025-ലും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ നമ്മൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹവും സർക്കാരും മറുപടി പറയേണ്ടതുണ്ട്. തസ്തിക മാറ്റം അന്ന് പ്രായോഗികമായി സർക്കാരുകൾക്ക് മുമ്പിൽ വേറെ വഴിയില്ല. ഇപ്പോൾ ബാലു തന്നെയാണ് അപേക്ഷിക്കുന്നത്. അന്നും ഇതുപോലെ ഈ പരമശർമ്മയുടെ കാലത്തും അതുപോലെ അതിൽ പെടുന്ന ആളുകളാണ് അപേക്ഷിക്കുന്നത്. എന്തിനധികം പറയുന്നു, വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. ഇതിൽ തുടരാനാണ് നിശ്ചയിക്കുന്നതെങ്കിൽ ഇവരെ കള്ളക്കേസുകൾ കൊടുക്കുക, വലിയ തോതിലുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കുക, സ്ഥലം മാറ്റുക, അങ്ങനെ എത്രയോ വഴികൾ. ശബരിമല കേസിൽ ഇപ്പോൾ നടന്ന മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ സർട്ടിഫിക്കറ്റ് നൽകിയതിൻ്റെ പേരിൽ ഒരു തന്ത്രിക്ക്, ദേവസ്വം ബോർഡിലെ ഒരു അവർണ തന്ത്രിക്ക് ഇപ്പോഴും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയാം. ഞങ്ങൾ കൊടുത്ത കേസിൽ
ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സർട്ടിഫിക്കറ്റ് തന്നാണ് പുള്ളിക്കാരൻ ചെയ്ത കുറ്റം. അദ്ദേഹത്തിന് ഏത് അഴിമതി കേസിൽ കൊടുക്കാൻ പറ്റും, എങ്ങനെ അച്ചടക്ക നടപടി എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. വളരെയധികം പീഡിപ്പിക്കപ്പെടും ഇവർ എന്നുള്ളത് 100% നമ്മുടെ അനുഭവമാണ്, ഇന്നത്തെ അനുഭവമാണ്. അത് ഏത് സർക്കാരിന്, അതിൽ മുഖ്യമന്ത്രിക്കൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണ് ദേവസ്ഥയിൽ നിലനിൽക്കുന്നത്. പ്രത്യേക രാജ്യം പോലെയാണ് ദേവസ്വം ബോർഡ്, ഒന്നും ബാധകമില്ലാത്ത പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആ ഒളിഗാർക്കിക്ക് അകത്ത് സർവൈവ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് എളുപ്പമല്ല. അവരുടെ മുമ്പിലുള്ള ഏറ്റവും എളുപ്പ വഴി തസ്തിക മാറ്റമാണെങ്കിലും ആ വഴിയിൽ ഇനിയും 69 മുതൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനിയും കീഴടങ്ങുക എന്നുള്ളത് ഒരു നയം സർക്കാർ സ്വീകരിക്കരുത്. സർക്കാർ ബാലുവിനെ ഏത് തസ്തികയിൽ നിയമിച്ചോ ആ തസ്തികയിൽ ജോലി ചെയ്യാനുള്ള അവസരം സർക്കാർ ഒരുക്കി കൊടുക്കണം. അതിനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.